ആശ്രാമം മൈതാനത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ രാവിലെ ഉണർന്നു വരുന്നതേ ഉള്ളൂ, സജീവമായി തുടങ്ങുന്നതേ ഉള്ളൂ. എന്നിരുന്നാലും ഈ മൈതാനത്തിനും ഒരു ചെറിയ വിഷമമുണ്ട്. രാവിലെ ഒരു മേഘാവൃതമായ ഒരു കാലാവസ്ഥയൊക്കെയാണ്. അപ്പൊ എന്താണെങ്കിലും കഴിഞ്ഞ 4 ദിവസം പോയത് അറിഞ്ഞതേ ഇല്ല. അപ്പൊ നമുക്ക് നിലവിൽ പോയിന്റ് നില ഒന്ന് പരിശോധിക്കാം അല്ലെ. ഇപ്പൊ പോയിന്റ് നില നോക്കുകയാണെങ്കിൽ കോഴിക്കോടാണ്, കണ്ണൂരായിരുന്നു ഇന്നലെ വരെ സർവാധിപത്യം. പക്ഷേ ഇന്നിപ്പോ കാര്യങ്ങൾ അവസാന ദിവസത്തേക്ക് എത്തുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞ് വ്യക്തതയും വെളിവും ഒക്കെ വരുന്നത്. അപ്പൊ കോഴിക്കോടാണ് 1ാം സ്ഥാനത്തേക്ക് എത്തി നിൽക്കുന്നത്. കോഴിക്കോടിന്റെ പോയിന്റ് നോക്കുകയാണെങ്കിൽ 896 പോയിന്റ് ആണ് കോഴിക്കോടിന്. തൊട്ടു പിന്നിൽ കണ്ണൂരുണ്ട്, വിട്ടുകൊടുത്തിട്ടില്ല, ഒപ്പത്തിനൊപ്പമാണ്. 892 പോയിന്റ് ആണ് കണ്ണൂരിന്. പാലക്കാട് 3ാം സ്ഥാനം 888. ഇനി 4ാം സ്ഥാനക്കാരൻ തൃശ്ശൂർ തന്നെയാണ്. കൊല്ലത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 6ാം സ്ഥാനത്തേക്ക് പോയിട്ടുണ്ട്, 855 പോയിന്റ്. നമ്മുടെ അഷ്ടമുടി കായൽ ഓളം തല്ലുന്ന കൊല്ലം നഗരത്തിന്റെ തീരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയായി എടുത്തു പറയേണ്ടത് RSP, കൊല്ലം RSPയുടെ തട്ടകമാണ്. RSPയുടെ യുവജന സംഘടന RYFന്റെ സംസ്ഥാന പ്രസിഡന്റും അതിലേറെ കലോത്സവത്തിന് ഏറ്റവും അനുയോജ്യനായ ഒരു അതിഥിയാണ്. പേര് ഉല്ലാസ് കൗർ. അത് എന്തുകൊണ്ട് അനുയോജ്യൻ എന്ന് പറഞ്ഞാൽ, നമുക്ക് നാടൻ പാട്ടിന് ദേശീയ തലത്തിൽ പുരസ്കാരം നേടിയ ഒരു കലാകാരൻ കൂടിയാണ് അദ്ദേഹം എന്നതുകൊണ്ടാണ്. സ്വാഗതം. നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ആദ്യം തന്നെ പറയാണ്, നമ്മുടെ കൊല്ലത്തുകാർക്ക് അണ്ണൻ എന്നുള്ള വിളി അത് കഴിഞ്ഞേ ഉള്ളൂ എന്തും. നമ്മൾ ആരെയും സ്നേഹത്തോടു കൂടി ബഹുമാനത്തോടു കൂടി വിളിക്കുന്നത് അണ്ണൻ എന്നാണ്. അതിലപ്പുറം വളരെ മനോഹരമായൊരു അഡ്രസ്സിങ് കൊല്ലത്തുകാർക്കില്ല. അതുകൊണ്ട് തന്നെ അതിഥിയെ ഇന്ന് ഞങ്ങൾ അണ്ണൻ എന്ന് വിളിക്കുന്നു, ഉല്ലാസണ്ണൻ. അപ്പോൾ ഉല്ലാസണ്ണനാണ് നമ്മുടെ അതിഥി, കൊല്ലംകാരുടെ അതിഥി, നമ്മുടെ മലയാളികളുടെ കലോത്സവത്തിന്റെ അതിഥി. അപ്പോൾ സ്വാഗതം ഔപചാരികമായൊന്നും പറയുന്നില്ല. അണ്ണ, എന്തൊക്കെയാണ് കൊല്ലത്തിന്റെ കലോത്സവ വിശേഷങ്ങളെ കുറിച്ച് അണ്ണൻ ആദ്യം പറയാനുള്ളത്? കൊല്ലത്തിന്റെ കലോത്സവം ഇന്ന് സ്വല്പം വിഷമത്തിലാണ്. കാരണം 6ാം സ്ഥാനത്തേക്ക് പോയി എന്നുള്ള ഒരു വിഷമമുണ്ട്. നേരത്തെ ഞാനൊരു മുൻകൂർ ജാമ്യം എടുത്തായിരുന്നു. അതെ, തീർച്ചയായിട്ടും നമ്മൾ സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്നവരല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു. കലോത്സവം എപ്പോഴും ഒരു ഉത്സവ ലഹരിയാണ് നമ്മളെ സംബന്ധിച്ച്. കാരണം കഴിഞ്ഞ കോഴിക്കോട് കലോത്സവത്തിലും 5 ദിവസവും ഞാനുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ കുറച്ച് രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ മുഴുവൻ സമയം പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും അവസാന ദിവസം എത്തിച്ചേരാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷമാണ്. അത് മാതൃഭൂമിയോടൊപ്പം തന്നെ എത്തിച്ചേരുവാൻ കഴിഞ്ഞു വളരെ സന്തോഷമാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഒരു പാട്ട്, നാടൻ പാട്ടുകാരൻ എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്കൊരു പാട്ട് കേട്ടാലോ? നാടൻ പാട്ടുകാരൻ എന്ന് പറയുന്നതിന് മുമ്പ് ഒരുപാട് വിശേഷങ്ങളുണ്ട് കേട്ടോ നമ്മുടെ അതിഥിക്ക്. ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ്. പക്ഷെ നമ്മള് കലോത്സവ വേദിയിൽ വരുമ്പോൾ നമുക്ക് കലയ്ക്കാണല്ലോ പ്രാധാന്യം. തീർച്ചയായിട്ടും ഞാനൊന്ന് വിശേഷിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആദ്യമായി അടിച്ചു പൊളിച്ചൊരു നാടൻ പാട്ട് തരണം ഞങ്ങളുടെ പ്രേക്ഷകർക്ക്, ഞങ്ങൾക്കും. തുടങ്ങിയാലോ? തീർച്ചയായിട്ടും. ഹല ഹല മുണ്ട കാലാന്തകൻ തന്റെ ബാലവെടിഞ്ഞോടിവാ, വടിവേലവാ നീലമയിലേറിവാ. ഹല ഹല മുണ്ട കാലാന്തകൻ തന്റെ ബാലവെടിഞ്ഞോടിവാ, വടിവേലവാ നീലമയിലേറിവാ. കുന്നിൻ കുമാരി തൻ അങ്കത്തടം വെട്ടി സുന്ദര ബാലവാ, വടിവേലവാ നീലമയിലേറിവാ. ചേട്ടാ, എനിക്ക് ഈ അണ്ണൻ എന്നൊരു വിളി എനിക്ക് അധികം അങ്ങനെ വായിൽ വരില്ല. ഞാൻ ചേട്ടാന്ന് പറയണം, കാരണം കൊല്ലംകാരുടെ വിളിയാണത് അണ്ണൻ. ഇന്ന് വിളിച്ചേ ഇത് വേറെ അടിച്ചേൽപ്പിക്കുകയാണ് കേട്ടോ. അപ്പൊ ചേട്ടാ, നമുക്ക് കലോത്സവം ആണ് ഇന്ന്. കലോത്സവത്തിന്റെ അവസാന ദിവസം, കൊട്ടിക്കലാശം ഒക്കെ ഉള്ള ദിവസമാണ് ഇന്ന്. അപ്പോൾ ചേട്ടന്റെ കലോത്സവ ഓർമ്മകളൊക്കെ എങ്ങനെയാണ്? കലോത്സവ ഓർമ്മകൾ ഒരുപാടുണ്ട്. പ്രത്യേകിച്ചും സ്കൂൾ കലോത്സവത്തിൽ സംസ്ഥാന തലത്തിലേക്ക് വരണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു സ്കൂൾ കാലമാണ് എനിക്കുണ്ടായിരുന്നത്. പക്ഷെ ജില്ലാതലം വരെ വരാൻ പറ്റിയിരുന്നുള്ളൂ. അത് സംഘഗാനമായാലും നാടകമായാലും ഒക്കെ നമ്മൾ ജില്ലാതലത്തിൽ വന്നങ്ങ് പൊലിഞ്ഞു പോകുന്നൊരവസ്ഥയായിരുന്നു ആ കാലത്തേത്. ചെറുതിലെ സംഗീതമൊക്കെ പഠിച്ചു. തീർച്ചയായും നാടക പ്രവർത്തനവും നാടൻപാട്ട് രംഗത്തും. കൊല്ലത്തിന് നാടകം വിട്ടൊരു കളിയില്ല അല്ലേ? നാടകം എന്നല്ല, കലയും സംസ്കാരവും അങ്ങനെ ഒരു കാലം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതാണ് നമുക്കൊക്കെ അങ്ങനെ ഒരു കാലം മാത്രമല്ല, കൊല്ലം അതാണ്. അതെ അതെ, തീർച്ചയായും തീർച്ചയായും. അഷ്ടമുടി കായലിന്റെ തീരം എന്ന് അഷ്ടമുടി കായൽ ഞാൻ പറയാറില്ല, ഇഷ്ടമുടി കായൽ എന്നാണ് പറയാറ്. അതാണ് ഇഷ്ടമുടി കായലാണ്. കുരിപ്പുഴ ശ്രീമാറേട്ടന്റെ ഭാഷ ഞങ്ങൾ എടുക്കുകയാണ്. ഇഷ്ടമുടി കായലാണ്. തീർച്ചയായും 8 മുടികളിലും അതിന്റെ സൗന്ദര്യം, പ്രത്യേകിച്ച് ഈ വെളുപ്പാങ്കാലത്ത് ഇവിടെ നുരഞ്ഞു പൊന്തുന്ന കൂഴാലിയുടെ രുചിയൊക്കെ വാക്കുകളായും വരകളായും പാട്ടുകളായും ഒക്കെ
പെയ്തിറങ്ങുന്ന നഗരമാണ് കൊല്ലം. കൂഴാലി എന്തെന്ന് ഇനി പ്രത്യേകമായി പറഞ്ഞു കൂഴാലി എന്ന് പറഞ്ഞാൽ അഷ്ടമുടിയിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതരം രുചികരമായ മത്സ്യമാണ് ഈ കൂഴാലി. ഈ അഷ്ടമുടി കായലിന്റെ അടിത്തട്ടിൽ ഉള്ള ഒരു മത്സ്യമാണ്. അത് മുകളിൽ ശ്വാസം എടുക്കാൻ വേണ്ടി മാത്രമാണ് വരുന്നത്. ചെളിയിലാണ് ഇത് കൂടുതൽ. നമുക്ക് ഇഷ്ടമുടി കായൽ ഒന്ന് ചൊല്ലിയാലോ നമ്മുടെ പ്രേക്ഷകർക്ക്? അഷ്ടമുടിയെ സംബന്ധിച്ച് ഒരുപാട് കവിതകളുണ്ട്. ഇപ്പം ഞാൻ പ്രധാനമായിട്ടും കൊല്ലത്തിന്റെ ഒരു നാടൻ പാട്ട് പാടാം. ശരി. കൊല്ലത്ത് വേടർകളി, കരടികളി എന്നൊക്കെ പറയുന്ന നാടൻകലകൾ സജീവമായുള്ള ഒരിടമാണ്. അരിനെല്ലൂർ കരടികളി സംഘം, ഞങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളാണ്. ഇപ്പോഴും ഓണക്കാലത്തും എപ്പോഴും കരടികളി ഉണ്ട്. കരടികളിയുമായി ബന്ധപ്പെട്ട് നിരവധി പാട്ടുകളുണ്ട്. വിവിധ സമൂഹങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കലാരൂപങ്ങളുള്ള ഒരു പ്രാദേശികമായി ജില്ലയിൽ തന്നെ പ്രാദേശികമായി പല മേഖലയിൽ പല കലകൾ ഉള്ള നാട് കൂടിയാണ് കൊല്ലം. മറ്റ് ജില്ലകൾക്കുള്ളതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കലകളും പാട്ടുകളും ഒക്കെ ഉള്ള തീർച്ചയായിട്ടും. ഒന്നാം പള്ളി എടപ്പള്ളി താഴെ ചേലൂരുപാടെ മയിലാട്ടോ, തള്ളമയില് ഒന്നാടുമ്പോ പുള്ളമയില് രണ്ടാടും. രണ്ടാം പള്ളി എടപ്പള്ളി താഴെ ചേലൂരുപാടെ മയിലാട്ടും, തള്ളമയില് നിന്നാടുമ്പോ പുള്ളമയില് ചരിഞ്ഞാടും. രണ്ടാം പള്ളി എടപ്പള്ളി താഴെ ചേലൂരുപാടെ മയിലാട്ടും, തള്ളമയില് നിന്നാടുമ്പോ പുള്ളമയില് ചരിഞ്ഞാടും. രാവിലെ ഫുള്ള് ഓണാക്കി വിടുകയാണല്ലേ പാട്ടൊക്കെ. കുറച്ചു മുമ്പ് ഞാൻ ഈ കൊല്ലത്തെ പറ്റി പറഞ്ഞപ്പോ ഇതായിരുന്നില്ലല്ലോ പറഞ്ഞത്. കൊല്ലത്തെ പറ്റി പ്രാദേശിക വാദം ഉന്നയിക്കുന്നെന്ന് പറഞ്ഞ കക്ഷിയാണ് ഈ കൊല്ലം. ഈശ്വര, ഈ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് എന്നെ ഇങ്ങനെ കുന്തമുനെ കേട്ടാണ് കേട്ടോ. ഞാൻ ഉദ്ദേശിക്കുന്നതൊക്കെ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് എന്റെ പൂർണ്ണമായ വിശ്വാസം. അപ്പൊ ചേട്ടാ, നമുക്ക് കോഴിക്കോട് കലോത്സവത്തിനും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. കൊല്ലം കലോത്സവം പൂർണ്ണമായിട്ടും കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ ഈ കോഴിക്കോട് നിന്ന് കൊല്ലത്തേക്ക് വരുമ്പോ എന്തെങ്കിലും വലിയ ചേഞ്ച് ഒക്കെ ചേട്ടന് ഫീൽ ചെയ്യുന്നുണ്ടോ? എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം, അതൊരു പരാതിയായി തന്നെ പറയുകയാണ്. ഒരു നാടൻകലാ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ മറ്റ് മത്സരങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പരിഗണന ഇത്തവണ കൊല്ലത്ത് നാടൻ പാട്ട് മത്സരത്തിന് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു പരിഭവം ഒരു നാടൻകലാ പ്രവർത്തകൻ കൂടിയായ ഒരു എളിയ പൊതുപ്രവർത്തകൻ എന്നുള്ളതിൽ ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. കാരണം ഒരു മൂന്നാം നിലയിൽ ശബ്ദ ക്രമീകരണങ്ങൾ മികച്ചതല്ലാതെ നടത്തിയ ഏക മത്സരം നാടൻപാട്ട് മത്സരമാണ്. എന്നാൽ ഏറ്റവും നന്നായി നടത്തപ്പെടേണ്ട സംവിധാനങ്ങളും ശബ്ദക്രമീകരണവും നന്നായി വേണ്ട ഒരു ഇനം കൂടിയാണ്. ഇതൊരു ബിൽഡിങ്ങിന്റെ 3ാമത്തെ നിലയിൽ കൊണ്ടുപോയി വളരെ പരിഗണനയില്ലാത്ത രീതിയിൽ ഇത്തരം നാടൻ കലകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല എന്നുള്ള ഒരു പരാതി എനിക്ക് തോന്നുന്നു. ഉല്ലാസെണ്ണം പറഞ്ഞതുപോലെ തന്നെ ആ തരത്തിൽ ആ ഒരു മത്സരം സംഘടിപ്പിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു ഓളം ഉണ്ടായേനെ. തീർച്ചയായും കോഴിക്കോട് അല്ലെങ്കിൽ അതിനു മുമ്പൊക്കെ, ഇപ്പോൾ അടുത്ത കാലത്താണ് നാടൻപാട്ട് ഒരു മത്സര ഇനമായി കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയത്. അന്നു മുതൽ തന്നെ വലിയ മത്സരമാണ് നടക്കുന്നത്. സത്യത്തിൽ ഞങ്ങളൊക്കെ നാടൻ കലാരംഗത്ത് വരുമ്പോൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള മികച്ച പ്രകടനങ്ങളുമായിട്ടാണ് സ്കൂളുകൾ നാടൻപാട്ട് ഇന്നത്തെ ഒരു പക്ഷേ നാടകത്തെ എത്ര ഗൗരവത്തോടെയാണോ മത്സര ബുദ്ധിയോടുകൂടി കാണുന്നത്, അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ചത് എന്ന് പറയാവുന്ന തരത്തിലുള്ള പെർഫോമൻസുകളാണ് കഴിഞ്ഞ വർഷവും അതിനു മുന്നും ഒക്കെ നാടൻപാട്ട് രംഗത്ത് സ്കൂൾ കലോത്സവത്തിനുണ്ടായിരുന്നത്. കൊല്ലത്തിനെ കുറിച്ചുള്ള ഒരു പാട്ട് പാടും എന്നാണ് എന്റെ പ്രതീക്ഷ. പാടില്ലേ അണ്ണാ? തീർച്ചയായും. നമുക്ക് കൊല്ലത്തിനെ പറ്റി ഒരുപാട് പാട്ടുകളുണ്ടല്ലോ, അതിലൊന്ന്. ഒന്നാം മണിക്കേണത്തിൽ വളകളഞ്ഞേ പെണ്ണു മാധവിയെ, വളയും കളഞ്ഞേച്ചും പെണ്ണവിടെ നിന്നും പേശുന്നേ, പേശാതെ നില്ലടി പെണ്ണെ കനകപ്പൊൻ വള ഞാൻ തരാം, കനകപ്പൊൻ വള കയ്യേലിട്ട് കളിച്ചാട്ടോ കളി കാണട്ടോ, മുത്തുമുത്തും പൊന്നോല മൂളപ്പടിയഞ്ചും പൊന്നോല, മുത്തുമുത്തും പൊന്നോല മൂളപ്പടിയഞ്ചും പൊന്നോല, പാണ്ടിമംഗലം പൊന്നോല പട ജയിച്ചു വന്നതും പൊന്നോല, പാണ്ടിമംഗലം പൊന്നോല പട ജയിച്ചു വന്നതും പൊന്നോല, കൊല്ലത്തെ രാജാവേറി വന്നതു ചെല്ല കുതിരയും പട്ടാളവും, കൊല്ലത്തെ രാജാവേറി വന്നത് ചെല്ല കുതിരയും പട്ടാളവും, രണ്ടാം മണിക്കേണത്തിൽ വളകളഞ്ഞ് പെണ്ണുമാധവിയെ, രണ്ടാം മണിക്കേണത്തിൽ വളകളഞ്ഞ് പെണ്ണുമാധവിയെ, വളയും കളഞ്ഞേച്ചും പെണ്ണവിടെ നിന്നും പേശുന്നേ, പേശാതെ നില്ലടി പെണ്ണെ
കനകപ്പൊൻ വള ഞാൻ തരാം. ഇത് നമുക്ക് എഴുന്നേറ്റ് തുള്ളേണ്ട ഒരു അവസ്ഥ കൂടിയാണ്. അതാണ് ഞാനും പറയാൻ വന്നത്. സത്യം പറഞ്ഞാൽ നാടൻ പാട്ട് ആസ്വദിക്കേണ്ട ഒരു രീതിയേ അല്ല ഇത്. പാടേണ്ടതും ആസ്വദിക്കേണ്ടതുമല്ല. പക്ഷെ നമ്മുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് നിങ്ങൾ പ്രേക്ഷകർക്കായി നമ്മുടെ കൊല്ലത്തിന്റെ ഉല്ലാസണ്ണന്റെ നാടൻ പാട്ട് ഇങ്ങനെ അവതരിപ്പിക്കാനേ നിർവാഹമുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവനവന്റെ സ്വീകരണ മുറികളിൽ ഇരുന്ന് അവനവന്റെ സൗകര്യത്തിന് തുള്ളിയാൽ മതി. അപ്പോൾ ഈ കൊല്ലത്തിന്റെ നാടൻ പാട്ട് ചരിത്രമുണ്ടല്ലോ, അതിനെക്കുറിച്ച് ഒരു 2 വാക്ക്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും പാട്ടിലേക്ക് തന്നെ പോകും. കൊല്ലത്തിൻ്റെ പാട്ട് ചരിത്രം വളരെ ബൃഹത്താണ്. കാരണം ഗ്രാമീണ ജീവിതങ്ങൾ ഇപ്പോഴുമുള്ള, നഗരവൽക്കരിക്കപ്പെടാത്ത ഗ്രാമങ്ങളുള്ള ഒരു ജില്ല കൂടിയാണ് കൊല്ലം. സ്വാഭാവികമായും അടൂരിൻ്റെ ഇഷ്ട ലൊക്കേഷനാണ് കൊല്ലം. അപ്പോൾ നാട്ടുനന്മകളുള്ള എവിടെയും നാട്ടീണങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നാട്ടു നന്മകൾ, നാടൻ സംസ്കാരങ്ങൾ ഒക്കെ ഉള്ള കൊല്ലത്ത് പാട്ടുകൾ അനവധിയാണ്. അത് എഴുതപ്പെട്ടവയുണ്ട്, എഴുതപ്പെടാത്തവയുണ്ട്. തലമുറകളായി കൈമാറി വന്ന പാട്ടുകളുണ്ട്, ഇപ്പോൾ എഴുതുന്ന പാട്ടുകളുണ്ട്. ഇപ്പോൾ എഴുത്തുപാട്ടുകൾ ധാരാളമായി വരുന്നൊരു കാലമാണ്. നാടൻപാട്ടിനെ സംബന്ധിച്ച് നാടൻപാട്ടും കൊല്ലവുമായി കണക്ട് ചെയ്യുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് അതിനകത്ത് വലിയ പങ്കാണുള്ളത്. കാരണം കൊല്ലത്ത് PS ബാനർജി, പ്രകാശ് കുട്ടൻ, സുനിൽ മത്തായി, ഒരു നഷ്ടമാണ് കൊല്ലത്തിന്റെ PS ബാനർജി എന്ന് പറയുന്ന ഞങ്ങൾ സമകാലികരാണ്. ഞങ്ങളൊക്കെ പലയിടങ്ങളിൽ നിന്ന് ഒരേ പാട്ടുകൾ പാടിയവരാണ്, ഒരേ പാട്ടിന്റെ പൊരുളുകൾ പറഞ്ഞു നടന്നവരാണ്. കൊല്ലത്തൊരു വലിയ സംഘം തന്നെയല്ലേ ഈ നാടൻപാട്ട് കലാകാരന്മാരുടെ ഒരു സംഘം. ആദ്യകാലത്ത്, അതായത് നാടൻപാട്ട് ജനകീയമാകുന്നതിനും എത്രയോ മുമ്പ് 98, 99 കാലഘട്ടങ്ങളിൽ ഈ പാട്ടുമായി നടന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. അപ്പോൾ തിരുവല്ലയിൽ CJ കുട്ടപ്പൻ സാർ കഴിഞ്ഞാൽ പിന്നീട് കൊല്ലത്ത് തൃശ്ശൂർ കരിന്തലക്കൂട്ടവും കൊല്ലത്ത് ഞങ്ങളുമൊക്കെ അടങ്ങുന്ന ഒരു സംഘമാണ് മണിച്ചേട്ടൻ്റെ ആ കാലഘട്ടം. അങ്ങനെ ആ പാട്ടിനെ കൂടുതൽ ജനകീയമാക്കുന്നതിൽ കൊല്ലത്തിന് വലിയ പങ്കാണ്. ഒരുപാട് പാട്ട് സംഘങ്ങൾ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാടൻപാട്ട് സംഘങ്ങളുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ കൊല്ലം തന്നെയാണ്. അത് എൻ്റെ പ്രദേശമാണ്, ശാസ്താംകോട്ട. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് ഗംഭീരമായ ഒരു പാട്ടും കൂടെ കേട്ടൊന്ന് അങ്ങ് അവസാനിപ്പിച്ചാലോ? കൈതോല പായ വിരിച്ച് പായേലൊരു പറ നെല്ലു പൊലിച്ച് കാതുകുത്താനെപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നോ, കാതുകുത്താനെപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നോ. ആ ഏ ഓ ആ ഏ